പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം. മെൻസ് ടീഷർട്ട് 3/4, ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 69 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്സ് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം, KNG റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ഈ വർഷത്തെ നിലമ്പൂർ പാട്ടുത്സവം 8-ാം തീയതി മുതൽ ആരംഭിച്ച് 15-ാം തീയതി അവസാനിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പോലീസ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷം തിരക്കിനനുസരിച്ച് പോലീസ് പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും. പകൽ സമയങ്ങളിൽ ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ പ്രധാനമായി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കീർത്തിപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് വടക്കുംപാടം പാലം വഴി, കാരാട് വഴി, നടുവത്ത്, വണ്ടൂർ വഴി പോകേണ്ടതാണ്. അതേപോലെ തന്നെ വലിയ ലോഡ് കയറ്റി വരുന്ന വലിയ വാഹനങ്ങൾ ഈ തിരക്ക് വർദ്ധിച്ചിട്ടുള്ള സമയങ്ങളിൽ, അതായത് വൈകിട്ട് ഒരു 7 മണി മുതൽ 10 മണി വരെ വെളിയന്തോട് കരിമ്പുഴ ഭാഗത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. അത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് പോലീസ് നിർദ്ദേശം നൽകുന്നതാണ്. അതിനനുസരിച്ച് അവിടുന്ന് റിലീസ് ചെയ്യുന്നതാണ്. പ്രധാനമായും നമുക്ക് 2 വേദികളിലായിട്ടാണ് ഇത്തവണ പരിപാടികൾ നടക്കുന്നത്. 8 മുതൽ 8, 9, 10 തീയതികൾ മിൽമ പ്ലാന്റിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. അതിനോടടുത്ത് തന്നെ കാർണിവൽ 8-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. 11, 12, 13, 12-ാം തീയതി മുതൽ 12, 13, 14, 15 തീയതികളിൽ കോവിലകത്തിന് മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സ്റ്റേജ് ഷോ നടക്കുന്നത്. 8, 9, 10 തീയതികളിൽ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിംഗ്, അതേപോലെ കച്ചവടങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിൻ്റെ ഇരു സൈഡുകളിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല. കോടതിപ്പടിയിൽ ഏതാണ്ട് 6ഓളം പേ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റാത്ത വാഹനങ്ങൾക്ക് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഫുട്പാത്തുകൾ പൂർണ്ണമായും ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ഒരു കച്ചവടങ്ങളും ഫുട്പാത്തിൽ അനുവദിക്കുന്നതല്ല, ഒരു വാഹനങ്ങളും ഫുട്പാത്തിൽ നിർത്താൻ അനുവദിക്കുന്നതല്ല. അങ്ങനെ നിർത്തുന്ന വാഹനങ്ങൾ പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് അവിടുന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. ആ വാഹനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ 2ാമത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് 12, 13, 14, 15 തീയതികളിലാണ്. അത് നടക്കുന്നത് കോവിലകം റോഡിലുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ്. ആ പ്രോഗ്രാം നടക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ റോഡ് വഴി വാഹനങ്ങൾ കയറി UP സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വാഹനങ്ങൾ തിരിച്ചു വരുന്നത് ഹോസ്പിറ്റലിന് പുറകുവശത്തുകൂടെയുള്ള റോഡിനായിരിക്കും. അതായത് ഹോസ്പിറ്റൽ റോഡ് 1 വേ ആയി ആ സമയങ്ങളിൽ നമ്മൾ നിജപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ ഈ കോവിലകം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുന്നതാണ്. ഇത്രയാണ് വാഹന ഗതാഗത നിയന്ത്രണങ്ങളുമായി പോലീസിനെ അറിയിക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ പരിപാടി കാണാൻ വരുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് ജനങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് സുഗമമായി ഇത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഈ വേദികളിലുള്ള ജനങ്ങൾ പാലിക്കേണ്ട
കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ സ്നാച്ചിങ് തുടങ്ങിയിട്ടുള്ള പോക്കറ്റടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി മഫ്റ്റിയിലുള്ള പോലീസിനെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും പരിപാടി കാണാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പോലീസ് അഭ്യർത്ഥിക്കുകയാണ്. Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.